ഏ എന്താണ് എന്താണ് ഏ ഓ എന്താ അവൻ്റെ എൻ്റെ പാത്രത്തിൽ എന്തോ ഉണ്ട് പറഞ്ഞിട്ടേ പാത്രത്തിലൊന്നുമില്ല പറയുമ്പോൾ നമുക്ക് കൂടി മണം പിടിക്കുക അവൻ അല്ലേ പപ്പുച്ച എന്താ ഉച്ചയ്ക്ക് ശേഷം ഗംഭീര മഴയായിരുന്നു അല്ലേ സുകന്യേ നല്ല മഴ നല്ല കാലാവസ്ഥ അടിപൊളി അപ്പോൾ നമ്മുടെ കാക്കപ്പൂ കണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഓണസമയം ആകുമ്പോഴേക്കും ഈ പൂവൊക്കെ ഇനി എവിടെയാണോ എവിടെയും കിട്ടില്ല ചക്ക ഇങ്ങോട്ട് എടുക്കുക നല്ല ചക്കേ വേണ്ട ചക്കയൊന്നും സുകന്യ മിറ്റടിക്കുകയാണ് കേട്ടോ വൈകുന്നേരത്തെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞോടത്തേക്ക് വന്നോ അവൻ്റെ അടുത്ത് അവ അതേപോലെ പറയും മര്യാദയ്ക്ക് അമ്മ ഇങ്ങോട്ട് പോന്നോ പറയും റോട്ടിലാണ് കേട്ടോ നിൽക്കണത് നമ്മൾ കാണിച്ചിരുന്നു തോന്നുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഒരു പൂച്ചക്കുട്ടീനെ അത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റ ആയിട്ടോ കാടൻ പൂച്ചയാണേ പക്ഷേ അതിനെ തെരഞ്ഞിട്ട് പോയിക്കാണ് കാടൻ പൂ ചന്തപൂച്ചേ അവ ചോദിച്ചു ചന്തപൂച്ച ചന്തപൂച്ച ഇങ്ങോട്ട് വായോ ഞാനൊരു കാര്യം പറഞ്ഞുതരാ ഇവിടെ വാ ചെരുപ്പ് കുഞ്ഞൊത്തു ഇങ്ങോട്ട് വാ അവനിട്ട പേരാണ് അവന്റെ ഏട്ടന് കുഞ്ഞൊത്തു കുഞ്ഞത്തേ കുഞ്ഞത്തേന്ന് പറയും ഞാനേ വലിയേട്ടൻ ചെറിയേട്ടൻ എന്ന് പറയുമ്പോ അവൻ കുഞ്ഞൊത്തു കുഞ്ഞൊത്തു പറയും ചെരുപ്പ് എടുത്തു പൊന്നെ ചെരുപ്പ് ഇട്ടിട്ട് പോണ്ടേ മഴ പെയ്ത് ചളിയല്ലേ പൊന്നാ നമ്മുടെ ഇവിടെ തേക്കുള്ള സമയത്തെ തേക്കിക്ക് നമ്മളിങ്ങനെ കോല് കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ ടാർപ്പായ കിട്ടാൻ പറ്റിയിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ ടാർപ്പായ എങ്ങനെ കിട്ടുമ്പോഴല്ലേ വെള്ളം ഇങ്ങനെ ഇതായിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് കെട്ടി നോക്കി ഒരു ടാർപ്പായ കീറിപ്പോയി കാരണം ഇവിടുത്തെ ഇറയത്തെ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുകയല്ലേ ഇറയത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ഭാഗത്തത്തെ വെള്ളം കൂടി ആയിട്ടില്ലേ സൈഡ് ഇങ്ങനെ കുനിഞ്ഞു പോവല്ലേ ഏട്ടാ ബാ പൊന്നെ ബാ അമ്മ പുട്ടായി തരാം ഇനി ഇവിടെ ഒരു കുഴി കുഴിച്ച് അവിടെ ഒരു കുഴി കുഴിച്ച് എന്നിട്ട് ഓല കിട്ടുക മടഞ്ഞിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ നിന്റെ കോലം നോക്കി നോക്ക് പച്ചപ്പ് പിടിച്ചിട്ടില്ലേ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ഉരയ്ക്കണം എന്നാലും ഞാനിതിൽ കൂട്ടാൻ വയ്ക്കാൻ നോക്കിയിട്ടോ മഴ ഇല്ലാത്ത ദിവസം പുകഞ്ഞിട്ടൊക്കെ പോടം കൊണ്ട് പുകഞ്ഞിട്ട് ആകതായി തീ കത്തിപ്പിടിച്ചു കേട്ടോ കത്തിപ്പിടിക്കാൻ സുഖമാണ് പക്ഷെ കുറച്ച് വിറക് കൂടുതൽ വേണം ഇല്ലേട്ടാ ഇത്ര പ്രശ്നം കുഞ്ഞു വന്നു തുടങ്ങി അച്ഛൻ്റെ തലയിലേ എന്താ പേന് സ്കൂൾ തുടങ്ങിയില്ലേ ഈ മഴയും ഒക്കെ ആയിട്ട് നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കുമല്ലോ അപ്പോൾ ഓരോരോ പേനുണ്ടാവും കേട്ടോ അത് സ്കൂൾ വിട്ട് വന്നതും ചീന്തി കൊടുത്ത് അച്ഛനാണെങ്കിലോ പേൻ ചീന്തുക പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കിച്ചൂട്ടനാണെങ്കിലോ എവിടേക്കാ ഉണ്ണി എന്താണ് അതാ അവിടെ ചായ ഉണ്ട് ചായ ചോറ് ആർക്കും വേണ്ട കഴിച്ചില്ലേ ഇപ്പൊ നിങ്ങളാരും കഴിച്ചിട്ട് മതിയേ എല്ലാരും കഴിച്ചോ അവൻ 2-3 തിന്നോ നോക്ക് ഈ കഴിച്ചടി ആ കൊടുക്ക് എടി തന്നെ പടക്കണ്ടേ സമൂസ ഉണ്ടേ അതാ സമൂസയില്ലേ എന്താ സുഗന്ധി നീ ഇങ്ങനെ ഇതിപ്പോ കുഞ്ഞിനെ ഒറ്റയ്ക്ക് തിന്നേണ്ടി വരും ഇപ്പൊ അത് കിച്ചോട്ട് എടുത്തിട്ടാ അച്ചുവോ അതാ കുഞ്ഞിനൊരു സാധനം കൊണ്ട് തരണം കണ്ണാടി കവറിലായി കൊണ്ടു തുടങ്ങിയപ്പോ ഈ ഓരോന്ന് സുഖിയനും കടി സമൂസി ഓരോന്നെടുക്കുക എല്ലാവർക്കും വേണ്ടേ അമ്മു ചേച്ചി കഴിച്ചിട്ടില്ല കിച്ചൂട്ടൻ കഴിച്ചോ എന്താണ് ഇവിടേക്ക് അല്ലെങ്കിൽ ഇല്ലേ ലാസ്റ്റ് ആവുമ്പോൾ എങ്ങനെയെന്നറിയോ എടുക്കൂട്ടാ എണ്ണക്കടി സ്കൂൾ വിട്ട് വരുന്ന സമയമല്ലേ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടാ
ഞാൻ അന്ന് വിചാരിച്ചില്ല, ഏട്ടടുത്ത് പറഞ്ഞേ ഉള്ളൂ എണ്ണക്കടി വാങ്ങണം എന്ന്. കുറേ ഒരു മാസമൊക്കെ അമ്മ വരുമ്പോൾ അന്ന് കൊണ്ടുവന്നതല്ലേ. അപ്പം എണ്ണക്കടി കഴിക്കുന്നത് കമ്മിയാണ്, ഉണ്ടാക്കണതും കമ്മിയാണ്. എന്താ ക്യാരറ്റ് ഇടാ, എന്ത് ക്യാരറ്റൊക്കെ ഇടാ കേട്ടോ. ഞാനേ ഏത് വഴുതനങ്ങ, വഴുതനങ്ങ നമ്മളിവിടെ ഒരുപാട് കഷ്ണം ഉണ്ടാക്കിയല്ലേ കുട്ടികൾ കഴിക്കില്ല. കൈപ്പയ്ക്ക് ഇടാറുണ്ട് കേട്ടോ, ഞാൻ ഒന്ന് കൈപ്പയ്ക്ക് ഇടുന്നില്ല. ഓ നേരെ തന്നെ ഇരിക്കണം. ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി വെണ്ടയ്ക്കും ഉള്ളിയും കുറച്ച് കഴിഞ്ഞിട്ടിടാം. വെണ്ടയ്ക്കല്ല, മുരിങ്ങക്കായ ഉള്ളി ബാക്കിയുള്ളൊക്കെ അരിഞ്ഞ് വെച്ചു കേട്ടോ. 2 ചെറിയ ഉള്ളി എടുത്തിട്ട് വരുമോ? കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ട് വാ. നമ്മൾക്കേ ആദ്യം ഗ്യാസ് ഇല്ലാത്ത സമയത്ത് അവിടെ ആവുമ്പോഴേ ഗ്യാസ് ഫോണോ ആരുടെ എനിക്കറിയില്ല ഉണ്ണി, നമ്മുടെ ഫോൺ അവിടെ തന്നെയാണ്. നമുക്ക് ആദ്യം ഗ്യാസ് ഇല്ലാത്തപ്പോഴേ അത്ര വലിയ പ്രശ്നമേ തോന്നിയിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ വിറക് ഉണ്ടാവുമ്പോൾ അടുപ്പിൽ വേഗം കത്തിക്കാമല്ലോ. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഈ ആലുവ അടുപ്പിൽ കത്തി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി ഒന്ന് ചൂടായി കിട്ടാൻ കുറച്ച് സമയമാണ്. ചൂടായി കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ ഈ കനലില്ലേ രാവിലെ വരെ ഉണ്ടാവില്ല ഏട്ടാ. ചിലപ്പോൾ എന്താ രാവിലെയൊക്കെ നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല ചൂടുണ്ടാവും കേട്ടോ. അങ്ങനെ പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതില്ലാണ്ട് ഗ്യാസില്ല. പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞു വെച്ചല്ലേ. നാളെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഒരു കൂട്ടുകാർ നമ്മളെ കാണാൻ വന്നിരിക്കുക. ഇവിടെ നോക്കുമ്പോഴാണ് വെച്ചാൽ ഗ്യാസ് ഇല്ല, തീ പിടിപ്പിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തീ പിടിച്ച് കിട്ടണ്ടേ. അപ്പോൾ അവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ പെരും മഴ, അതോ നല്ല മഴ കിട്ടോ. അപ്പോൾ നമുക്ക് തോന്നി അയ്യോ ഈ 2 കുറ്റി ഇല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? 2 മാസമായില്ലേ. 2 മാസമായി നമ്മുടെ ഇവിടുത്തെ ഗ്യാസ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ കിട്ടുമ്പോഴേക്കും അവിടുത്തെ കഴിയും. നാളെ നമ്മുടെ ഇവിടുത്തെ കിട്ടും കേട്ടോ. നാളെ ഇവിടുത്തെ കിട്ടുമ്പോഴേക്കും എന്താ ഇനി 2 മാസമായില്ലേ, അവിടുത്തെ എന്തായാലും കഴിയും. എന്നാലും നമ്മൾ വീഡിയോയിൽ കാണുന്നില്ലേ, നമ്മൾ അടുപ്പിൽ തന്നെയാണ് ചോറും കൂട്ടാനൊക്കെ വെക്കുക. ചില സമയത്ത് നമ്മൾ കുക്കറിൽ വേഗം കൂട്ടാൻ വയ്ക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ആൾക്കാർക്ക് 2 നേരത്തെ കറിയും ഉപ്പേരിയും ഒക്കെ ചെയ്യുമ്പോൾ എത്ര വേഗം കഴിയണം. ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട് ഗ്യാസ് വേണം എന്നുള്ളത്. ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ട് കിട്ടണില്ല. ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിരുന്നില്ല. ഞാൻ എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ചില കൂട്ടുകാർ പറഞ്ഞു എന്ത് ഞാൻ ഗ്യാസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ 3 ബർണറുള്ള ഇതാണ് വെച്ചാൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കത്തണതല്ലേ അല്ലേ, അതിൻ്റെ കാരണമാണോ? ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്ര 45 ദിവസമല്ലേ എന്നുള്ളൂ അല്ലേ. 45 ദിവസമായപ്പോഴേക്കും ഒരു കുറ്റി ഗ്യാസ് അങ്ങോട്ട് തീർന്നു. അപ്പോൾ ഈ ഒരു എങ്ങനെ പോയാലും നമ്മുടെ ഗ്യാസ് 4 മാസം എത്തണതാണ് ഒരു കുറ്റി. എങ്ങനെ പോയാലും 4 മാസം ഒരു കുറ്റി എത്തണത് ഇപ്പം പറ്റണേ ഇല്ല. പിന്നെ ഈ അടുപ്പിൽ നമ്മൾ അധികം കത്തിച്ചിട്ടേ ഇല്ല. ഇനി ഇതിലധികം കത്തിച്ചിട്ട് അതിൽ കത്തിക്കാതിരിക്കണം. 2 അടുപ്പ് മാറി മാറി ഇതാക്കണം. സേവ് ദ ഡേറ്റ് അച്ഛരെടുത്ത് കിച്ചു വേണമെങ്കിൽ. അപ്പൊ മുരിഞ്ഞ വറുത്തത് കഴിഞ്ഞു. ഇപ്പൊ അവനില്ലേ ഏട്ടാ ഒന്നും വേണ്ട, എനിക്കിഷ്ടേ അല്ല മീന്. മനിഞ്ഞില് ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ വീട്ടിൽ ഈ സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞു വെച്ചല്ലേ, എൻ്റെ വീട്ടിൽ വലിയേട്ടനും ഇവരൊക്കെ കഴിക്കും. ശ്വാസം മുട്ടലിന് നല്ല മരുന്നാണ് ഇത്ര അത് മനിഞ്ഞിൽ ലേട്ടാ. ശ്വാസം മുട്ടലെ കുട്ടികൾക്ക് 2 കൊള്ളി വിറകെടുക്കവിടുന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയത് മീനാണത്. നമ്മുടെ മക്കൾ തിന്നില്ല. മനിഞ്ഞിലില്ലേ പാമ്പ് പോലത്തെ മീനും, ആ മീനേ വേണോ ചോദിച്ചിട്ട് വിളിച്ചേക്കുക. മീനിന് എന്താ വില എന്നറിയോ? കുറച്ചേ ഉള്ളൂ,
1000 രൂപ. അതിന് വിലയില്ല തന്നെയാണ്, അതങ്ങനെ അപൂർവമായിട്ട് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുക്കണേ തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണ്ടാണ്ടില്ല ഇപ്പോൾ കൊടുക്കണം. പൈസ നല്ല പൈസ കിട്ടില്ല. വെണ്ടയ്ക്ക വറുത്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഒരു ലോണിൻ്റെ ആവശ്യമുണ്ട്. ആ ലോൺ വരെ വന്നു. അപ്പോൾ അങ്ങോട്ട് പോയില്ല കേട്ടാ. കായം കണ്ടോ, തിളയ്ക്കുന്നുണ്ട്. നമുക്കിതില്ലേ എന്തിനാ തിളയ്ക്കുന്നുണ്ടല്ലോ. ഇതാണ്ടോ മൺചട്ടിയല്ലേ. കായം ഒരു കഷ്ണം കായനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്താ ഈ സാമ്പാറിലില്ലേ കായത്തിൻ്റെ മണം ഇങ്ങനെ മുമ്പിൽ നിൽക്കണം. എന്താണ് പെണ്ണേ, എന്താണ് ഭയങ്കര കണക്കൂട്ടില്ല. എന്താ പറഞ്ഞ ഇനി എന്താ പ്രശ്നം? നേരത്തെ സേവ് ദ ഡേറ്റ് ആയിരുന്നു കല്യാണത്തേക്ക് എത്തിയപ്പോ. എന്ത് കൊടുത്തിട്ട്? സമൂസ കൊടുത്തിട്ടോ? സമൂസ കൊടുത്തിട്ട് അത് 3 തിന്നാ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ വെറുതെ എല്ലാം കെട്ടിയ സമൂസക്ക് വാങ്ങിട്ട് വന്നെ. എപ്പോഴും കിടക്കേ, അതിപ്പോ ഒരു വീഡിയോ ആയിട്ട് കണ്ടാ മതി. ഇപ്പം നമ്മുടെയൊക്കെ അമ്മൂൻ്റെ അച്ഛൻ്റെയൊക്കെ കല്യാണമൊക്കെ വരുമ്പോഴേ എന്തൊക്കെ പരിപാടിയല്ലേ. മൈലാഞ്ചി കല്യാണം, കല്യാണത്തിൻ്റെ തലേദിവസം കല്യാണം. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടം എന്താണെന്നറിയോ, ചെറിയ രീതിയിൽ കല്യാണം നടത്തുക. ഇപ്പോഴല്ല എന്ത് സ്ഥലത്തും. കാരണം ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ആ ബാധ്യതകൾ വീട്ടാൻ പറ്റാതെ നമ്മൾ കടന്ന് കരയുന്നത് നമ്മുടെ മക്കൾ കാണണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാർ ആർഭാടം കുറേ സാധാരണക്കാർക്ക് ഇങ്ങനെ കാണുമ്പോൾ അല്ലേ മക്കൾക്കൊക്കെ ഉണ്ടാവോ അവരുടെ കല്യാണം കണ്ടോ അവരുടെ കല്യാണം കണ്ടോ എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവർ നോക്കേണ്ട കാര്യമില്ലേ, നമുക്ക് പറ്റുന്നത് ചെയ്യേണ്ട കാര്യമല്ലോ. എന്തിനാ അവരും ചെയ്ത് നോക്കിയിരിക്കണം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലടി. എല്ലാ മക്കളും ഒരേപോലെ തന്നെ, ആഗ്രഹങ്ങൾ ഒരേപോലെ പറയാൻ പറ്റില്ല. പൈസ ഉള്ളവര് അതിനനുസരിച്ച് ആഘോഷിക്കണം. ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണക്കമുളകും ഉണക്കമല്ലിയാണ് പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കൽ ആദ്യം. ഇപ്പം പിന്നെ മുളകും മല്ലി നമ്മൾ പൊടിച്ച് വെച്ചേക്കല്ലേ, അതുകൊണ്ടാണ് ഞങ്ങളുടെ മല്ലിയുടെ കളർ കണ്ടോ, മുളക് പൊടി മല്ലിയുടെ കളറാ, രണ്ടും പാടെ മിക്സ് ചെയ്ത്. അത് അതിന്റെ ബാലൻസ് വരില്ലേ പൊടിക്കുമ്പോ, അത് മെഷീൻ എടുത്ത് ഇങ്ങനെ തരുമ്പോ. ചോറ് വെക്കണ്ടേ? കറിവേപ്പില. പഠിച്ചൊരു ജോലിയാവട്ടെ മക്കളാദ്യം, സ്വന്തം കാലിൽ നിൽക്കാനാവട്ടെ. കല്യാണം കളവാണമൊക്കെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ചാൻസാണ്. കല്യാണം ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ബാധ്യതയില്ല. ജോലിയായി കഴിഞ്ഞാൽ പേടിയാവുകയാണ് കല്യാണം എന്നൊക്കെ കേൾക്കുമ്പോൾ. ചേട്ടാ എന്താ ജീവിതത്തിൽ വേണ്ടതല്ലേ? വേണ്ടതന്നെ. പക്ഷെ ഓരോ ആൾക്കാരുടെ സ്വഭാവം കാണുമ്പോഴേ പേടിയാവുകയല്ലേ. അതിപ്പോൾ പഴയ കാലമല്ല ഇപ്പോൾ. പണ്ട് കുടുംബ ബന്ധങ്ങൾക്കൊക്കെ ഒരു വില ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് എന്താണ് വില കൽപ്പിക്കുന്ന ആരും. പ്രശ്നങ്ങളായിട്ടായിരിക്കും അല്ലേ, പണ്ടത്തെ പോലെ സഹന ശക്തിയൊന്നും ഇല്ലാണ്ടായിരിക്കും. അതൊക്കെ പണ്ടാണോ സഹനം ഒക്കെ. ഇപ്പം എൻ്റെ പണി നോക്കണമെന്ന് പറയും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിന് പണ്ടേ 5, 6, 7 മക്കളാണ്. ഇന്ന് 2, 3 മക്കളേ ഉള്ളൂ. 3 മക്കൾ തന്നെ ഇപ്പോൾ അപൂർവമാണ്. ആൾക്കാർ 3 കുട്ടികളോ ചോദിക്കുന്ന പോലെയാണ് ഇപ്പോൾ. ചില എന്താ മുൻപ് പേടിച്ചിട്ട് ഓരോരുത്തർ ജീവിക്കണം, ഇട്ടെറിഞ്ഞ് പോകുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ അതാണ് അവസ്ഥ. മുൻപ് ഇട്ടെറിഞ്ഞിട്ട് പോയാലും പേടിച്ചിട്ട് ജീവിക്കണം. പിന്നിപ്പോൾ എല്ലാവരും ചെറിയുള്ളി, കറിവേപ്പില, ചിലർ ജീരകം ഇടും കേട്ടോ. ഞങ്ങൾ ജീരകം ഇടില്ല. അല്ലേ ഈ വറുത്തരച്ച സാമ്പാർ വെച്ചിട്ടേ
ഇതിന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ഏതാണെന്നറിയോ? ഉണക്കമീൻ വറുത്തതും അല്ലെങ്കിൽ പപ്പടം. വീട്ടിലത്തെ അമ്മ പറയും പപ്പടം വേണമെന്ന്. നാളെ സാമ്പാർ വെച്ചപ്പോലെ സാമ്പാറിൻ്റെ കൂടെ ഏത് സെറ്റാവും? എനിക്ക് ഉണക്കമാതല കേട്ടോ ഏറ്റവും ഇഷ്ടം. കുറച്ച് മോരും കുറച്ച് അച്ചാറും കുറച്ച് അയ്യോ, ഞങ്ങൾ കാടാമ്പുഴ പോയ സമയത്തേ അവിടുന്ന് ഞങ്ങൾ പോയിട്ട് കഴിച്ചത് സാമ്പാർ, മോര്, അച്ചാറില്ലേ, എന്തോരു ടേസ്റ്റാലേട്ടാ. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ടേ. മല്ലിപ്പൊടി, മുളക് പൊടി, അപ്പോൾ ഇതാ കേട്ടോ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ടേ ഞാൻ അമ്മിയിൽ അരച്ചിട്ട് വെക്കണം എന്ന് വിചാരിച്ചാട്ടോ. ഇപ്പോൾ വിചാരം മാറി. ആ കൊല്ലടിക്കോട് പോണ്ടേ? പോണ്ടേ? എനിക്ക് വേണ്ടിയിട്ടാണ് പോണേ. ചവിട്ടി വാങ്ങലിൻ്റെ ആവശ്യം പിന്നെ വഴുതനങ്ങ, ഈ വഴുതനങ്ങയല്ലേ പച്ചക്കറിയിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി ഏതാണെന്നറിയോ? നമ്മുടെ മക്കൾക്ക് ഉരുളക്കിഴങ്ങ്. കിഴങ്ങ് വർഗ്ഗങ്ങളല്ലേ അത്? അതിൽ ഏറ്റവും ഇഷ്ടം ചോറ് വെക്കണേ. ചോറ് ഇപ്പം ഇതിലാണ്ട് വെച്ചേക്കാ നിങ്ങൾക്കിന്ന് കോഴീനാണെന്നുണ്ടെങ്കിൽ രാവിലെ പറഞ്ഞിട്ട് 2 കിലോ വാങ്ങിയാൽ മതിയായിരുന്നേ. എനിക്ക് സുഗന്യല്ലേ കൊണ്ടുവരുന്നത്, ഞാനാണോ കൊണ്ടുവന്നത്? ഇപ്പോൾ പാവട്ടെ, ഒന്ന് അച്ചു പറയുന്നത് കേട്ടു. എന്താ ഞായറാഴ്ച അങ്ങോട്ട് വാങ്ങാം നമുക്ക്. കഴിഞ്ഞ ഞായറാഴ്ച അപ്പം ഏട്ടാ ഞായറാഴ്ച കോഴി വാങ്ങൽ നിങ്ങൾ ക്യാൻസൽ. ഇറച്ചിക്ക് തീരുമാനമായില്ല, പിന്നെ ഇറച്ചിക്ക് നോക്കണ്ടല്ലോ, ബാക്കി നോക്കിയ പോലെ. പള്ളി പരിപാടിയില്ലേ? സമാധാനായില്ലേ? സന്തോഷായില്ലേ? നാളെ പോയിട്ട് നാളെ നമുക്കൊരു പണിയുണ്ട്. രാവിലെ മുടി വെട്ടാൻ പോവാ. രാവിലെ പോയിട്ട് മുടി മുട്ട അടിച്ചിട്ട് വരിക. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോണ്ട് നീ അവിടെ പോയാൽ മതി. 7 ആണോ 8 ആണോ 10 ആണോ 0 ആണോ ഞാൻ പറയാം. പിന്നെ അവൻ വലുതായില്ലേ, ഇനിയൊക്കെ അവൻ അവൻ്റെ സ്വന്തം കാര്യങ്ങൾ കുറച്ചൊക്കെ നോക്കണ. സുകന്യ, എന്നും നമ്മളെ ആശ്രയിക്കാൻ പാടില്ല. ഈ എന്തിങ്ങനെ കൂട്ടം കൂടുന്നത്? കുട്ടിയോളില്ലേ ഇപ്പോൾ ഇവിടെ അമ്മൂനെയും അച്ഛനും നമ്മൾ പുറത്ത് വിടാത്ത കൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ, അവളിനി പഠിക്കാൻ പോണത് കുറച്ച് ദൂരേക്ക് പോകണം, അവളുടെ കോഴ്സിന് പോകണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ മനസ്സിലിങ്ങനെ അയ്യോ ഇത്രയും അമ്മു എങ്ങനെ പോവുക അവളെ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവോ? കണ്ടോ ആട്ടത്തിലോ അപ്പോ ശരിക്കില്ലേ സുകന്യ? കണ്ടാട്ടാ പറയുന്നത്. ചൂടാ, എവിടെങ്കിലും പോയി നന്നാവട്ടെ. എന്നാട്ടാ ഞാനില്ലേ ചെറുപയറ് സുഖിയനാണ് ഇന്നാ. അതിന് ഉപ്പേരി ഒക്കെ ഉണ്ട്. അവന് അവൻ്റെ കിച്ചൂനില്ലേ ഇപ്പൊ പുട്ടുവാണത്രേ.
ഓരോ കൊതിയെല്ലാം ചോറല്ല ഇന്നലെ പുട്ടുണ്ടാക്കിയതേ പുട്ടായിട്ടാണ്. കുറ്റിപ്പുട്ടാണെങ്കിൽ എങ്ങനെയൊക്കെ തിന്നാം. കുറ്റിപ്പുട്ട് ഉണങ്ങിയാലും തിന്നാൻ രസം. പുട്ട് പുട്ടിന്റെ പൊടിയോ? പുട്ടും പൊടി 3 പാക്കറ്റ് കണ്ടിരിക്കണേ. ആ ഇനിയിപ്പോ നൂൽപുട്ട് ചില്ലറ പരിപാടി ഒന്നല്ല. നാളെ രാവിലെ ഉണ്ടാക്കാം. ഇനി ചോറിന് അരി അടുപ്പത്ത് ഇടാൻ നിൽക്കുക. വെറുതെ ഇനി പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാലേ ഈ ചോറ് അങ്ങനെ ഇരിക്കട്ടാ. നാളെ പുട്ടും കടല ഉണ്ടാക്കാൻ പറയട്ടെ. രാവിലെ ഉണ്ടാക്കാം പുട്ടും കടല രാവിലെ ഉണ്ടാക്കാം. നൂൽപുട്ടല്ലേ അതിനെ രാവിലെ ഉണ്ടാക്കാം. കിച്ചു ഇപ്പൊ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കില്ലേ 1.5 കിലോ പൊടിയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കണം കൊണ്ട് കുഴപ്പമില്ല. അവിടെ രാവിലെ വെച്ച ചോറ് അതായിരിക്കണം. ഇതാ ചോറിന് ഇതാ അരി കഴുകി കൊണ്ടുവന്നിട്ടേക്കണോ. പുളി സുകന്യെ നമുക്ക് ഇനി എവിടേക്കടി പോവുക? ഇനി ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുക. ഞാൻ പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയില്ലേ, ഇനി ഈ പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുക. ഒരുപാട് പറശ്ശിനിക്കടവോ? എന്താണോ ഈ പറഞ്ഞ സ്ഥലം? ഇതാണോ നീ പറഞ്ഞ സ്ഥലം? നെല്ലിയാമ്പതിയോ? മിക്സിയുടെ ജാറ് ചക്കെടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ അവിടെ? മിക്സി ഇതാട്ടോ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കൾ പഠിക്കുകയാണ് പെണ്ണുങ്ങൾ. അമ്മൂല്ലേ ഇന്ന് അവളുടെ തലയിൽ തേക്കുന്ന ഷാമ്പൂ വേണം പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തോട്ടോ സോനിയെ. അപ്പം ഞാൻ വെറുതെ ചോദിച്ചേ. ഞാൻ പറഞ്ഞു 1 മാസം എത്തിക്കണം. അത് പറഞ്ഞു ഞാൻ പറഞ്ഞ് 1 മാസം എത്തിക്കണത് എന്താ. അപ്പം അവള് പറയാ 200 രൂപ അമ്മ അതിന് വിലന്ന്. 200 രൂപയിൽ വേണ്ടില്ല 300 രൂപയിൽ വേണ്ടില്ല 1 മാസം എന്നിട്ട് പറയണേ. ആ എപ്പോഴെങ്കിലും തേക്കിച്ച് പിന്നെന്താ 1 മാസം എത്തും. അതിന് ഏട്ടാ എല്ലാവരും തേക്കിയതേ, എല്ലാവരും തേക്കുക. അവള് മാത്രല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ അവള് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നോക്കണ്ടേ? കിച്ചൂട്ടൻ എന്താ സുഖിയൻ തന്നെ എടുക്കാൻ തുടങ്ങിയില്ലേ. നാളെ രാവിലെ എന്താ ഉണ്ണിയ ചെറുപയർ വേണ്ട? അതാ കറി കേട് വന്നതാണേ. ഇനിയെന്താ ഈ നേരത്ത് ചായ? കേട്ടോ ഒന്നിപ്പോ ഒരാൾക്ക് ചായ, ഒരാൾക്ക് പുട്ട്, ഒരാൾക്ക് പറ്റിയത് അമ്മൂന് വറുത്തരച്ച സാമ്പാറ്. ഏട്ടാ എന്ത് പിരിക്കൊക്കെ പറ്റിയത്? എന്താ കുഞ്ഞ പറ്റി? കിച്ചേട്ടനതാ എന്തൊക്കെയാ വേണം പറഞ്ഞിട്ട് നീ അതാ വേറെ എന്തൊക്കെയാ വേണം പറയുന്നത്. എന്താ പ്രശ്നം? കണ്ടോ വേണ്ട മല്ലിയില എന്താടി? കൂട്ടുകാരന്മാര് കളിച്ചത്ര ഒരു കുട്ടി പോയിട്ട് വേറെ കുട്ടികൾ പോയി തല്ലാൻ പറഞ്ഞു. അപ്പൊ അവൻ പോയി ചോട്ടിയാതെ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ചോട്ടി തള്ളവലി തട്ടിട്ട്. ഇന്ന് രാവിലെ കിച്ചുവിന്റെ പരാതിയായിരുന്നു കേട്ടോ. കിച്ചു എന്താ ഓടിപ്പോകുമ്പോ ഈ നേരത്തെ ചായ കുടിക്കേണ്ട കുട്ടി ചോറിനുണ്ടേ. ഇപ്പൊ ചായ കുടിക്കണ്ട 4 മണിക്ക് ചായ കുടിക്കാന്നല്ല ഈ നേരത്തൊക്കെ ചായ കുടിച്ചാൽ ചോറ് വയ്ക്കാൻ പറ്റില്ലേ? എന്താ ഇതിന് പറ്റിയത് ഇപ്പോ? മഴ പെയ്യട്ടെ അല്ലേ? അപ്പൊ നമ്മുടെ സാമ്പാറായിട്ടോ.
നല്ല കളറാണ്. ഉണ്ടോ? ഇത് നാളെ നൂൽപുട്ട് ഉണ്ടാക്കുക വെച്ചാൽ രാവിലെ നൂൽപുട്ടിൻ്റെ കൂടി ഞങ്ങൾ കഴിക്കൂട്ടോ. പുട്ടിൻ്റെ കൂടി ഞാൻ സാമ്പാർ കഴിക്കാം, നൂൽപുട്ടിൻ്റെ കൂടി സാമ്പാർ കഴിക്കില്ല കേട്ടാ. കേട്ടോ നമ്മുടെ കറിയായി. ഇനി ചട്ടിയിൽ കിടന്നിങ്ങനെ തിളച്ച് മറിയട്ടെ. ഏട്ടൻ പറഞ്ഞതല്ലേ, അപ്പം നമ്മൾ 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെലും മല്ലിയിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. മല്ലിയില ഉള്ളതും കൊണ്ട് ഇട്ടതാണ്, ഇല്ലെങ്കിൽ ചില സമയത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സാമ്പാർ പൊടിയൊന്നും കൂട്ടില്ല. നമ്മുടെ ഈ സാമ്പാർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാമ്പാർ പൊടി ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് സാമ്പാർ വയ്ക്കുക. ഞാൻ ഇവിടെ വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കധികം സാമ്പാർ പൊടിയുടെ ആ ഒരു കുറുകണ ഇത് ഇഷ്ടമല്ല. ചോറ് അതാ കണ്ടോ. ഇതിൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് വെണ്ടയ്ക്ക. മക്കളുടെ ഇഷ്ടം വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അവർ വെണ്ടയ്ക്ക മാത്രം തപ്പിത്തരയാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ. മഴ പെയ്യണു. ചോറിന് അരി അടുപ്പത്തിട്ട് ഇനി നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാലേ എനിക്ക് പോവാനുള്ള സമയം. ഇപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ. എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ പറ്റിയ വൈകുന്നേരം സമയത്താണ്. ഇനി ഉപ്പേരി ഒന്നുമില്ല. കൊണ്ടാട്ടമുളക് വറക്കണം. കുറച്ച് തൈരിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഇടില്ലേ, സാലഡ് ഉണ്ടാക്കില്ലേ, അങ്ങനെ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രിത്തെ കേട്ടോ. കുറേ കൂട്ടുകാർ ചോദിച്ചതാണ് സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ സാമ്പാർ എങ്ങനെ ചേച്ചി ഉണ്ടാക്കുക എന്നുള്ളത്, ചേച്ചിയുടെ സാമ്പാറിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കുറേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കൂട്ടുകാർക്കാണ് തോന്നുന്നുണ്ട് അല്ലേട്ടാ അറിയാത്തത്. ഇനി ഇപ്പം നമുക്കില്ലേ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഓരോന്ന് എടുക്കില്ലേ, കുക്കിങ്ങിൻ്റെ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ ഫോണിലായിട്ട്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതാണ് ഷോർട്ട് വീഡിയോ, കുറേ ആൾക്കാർക്ക് ഷോർട്ട് വീഡിയോ കാണുമ്പോൾ ഒരു ഉപകാരമാവില്ലേ. അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ സാമ്പാറിൻ്റെയും നമ്മുടെ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നാളെ കാണാം.